ഐസൻ, ഇവിടെ ഈ ചെനാബ് റെയിൽപാതം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതം എന്ന സിന്ദൂരം വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തുകയാണ്. അതിന് ഏറ്റവും വലിയ സവിശേഷത ഐഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ആർച്ച് പാലമാണ്. എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളുടെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇത്. പലതുകൊണ്ടും പല രീതിയിലും പ്രത്യേകതകളും ഭാരതത്തിൻ്റെ ആ ഒരു മികവിൻ്റെ ഒരു ഉദാഹരണം കൂടിയാവുകയാണ് ഈ ചെനാബ് പാലം, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു മികവിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ മികവിൻ്റെ ഒരു ഉദാഹരണം തന്നെയായി മാറുന്നുണ്ട് ഈ ചെനാബ് പാലം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ് ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, അതായത് ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചറുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അത് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കാനൊക്കെ നമുക്ക് സാധിച്ചിരുന്നു. അതേ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ, സാങ്കേതിക തികവാർന്ന സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിലെ ഒരു കാര്യക്ഷമതയില്ലായ്മയാണ് പല തരത്തിലുള്ള ഇത്തരം വികസനം പ്രവർത്തനങ്ങൾക്കും ഒരു പരിമിതിയായി വന്നത്. നമുക്കറിയാവുന്നതാണ്. വ്യത്യസ്തമായ ഭൂപ്രദേശമാണ്, വ്യത്യസ്തമായ അന്തരീക്ഷമാണ്, അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലിനും അതിനനുസരിച്ചുള്ള പ്രത്യേകതകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം രംഗങ്ങളിലെ ഒരു ഉൽപ്പാദന രംഗത്തെ ഒരു വലിയ വർധനവ്, അതായത് സ്റ്റീൽ ഉൽപ്പാദന രംഗത്തൊക്കെ വലിയ തോതിലൊരു വർധനവുണ്ടായതും അതുപോലെ തന്നെ ഈ നിർമ്മാണ രംഗത്തേക്ക് പണം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വർദ്ധിക്കുകയും ചെയ്തു എന്നതാണ് ഈ രംഗത്ത് ഒരു സാമ്പത്തിക മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രയവിക്രയം അല്ലെങ്കിൽ ഒരു ചലനാത്മകത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതാണോ വീഴ്ച വന്നിരുന്നത് അത് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തികമായതും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ തികവാർന്നതും ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ഒരു തികവിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചപ്പോഴാണ് ഈ എഞ്ചിനീയറിംഗ് മികവ് ഇവിടെ യാഥാർത്ഥ്യമായത്. നമുക്കറിയാവുന്നതാണ്, ഒരു ആർച്ച് പാലമാണ്. ആർച്ചിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ആർച്ച് എങ്ങനെയാണ് ബലവത്താകുന്നത് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പോലും പഠിക്കുന്നതാണെങ്കിൽ കൂടി ഇതിൻ്റെ സാധ്യതകൾ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കാറുണ്ടായിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിന് അതിന് സർവേ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്, അതുപോലെ ഒരു നിരവധിയായ സാങ്കേതിക തികവാർന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പ്രാപ്തമായി എന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് മികവ് എന്നതിനപ്പുറം അത് സാധ്യമാക്കുന്ന ഒരു ശാസ്ത്രം സാധ്യമാക്കുന്ന ഒരു അന്തരീക്ഷം, നയപരമായൊരു അന്തരീക്ഷം, ഒരു ഭരണ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയായി